Welcome to Wings to Win Education. Macroeconomics in the inflation and Phillips curve. First of all, inflationary gap. ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജെയിം കെയ്ൻസ് ആണ്. ജെയിം കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കായിട്ടുള്ള ഹൗ ടു പേ ഫോർ ദി വാർ 1940 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹൗ ടു പേ ഫോർ ദ വാർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽഡാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്ന ടേം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ജെയിം കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻകം ലെവലിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് നിലനിൽക്കുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് എക്സീഡ്സ് അഗ്രിഗേറ്റ് സപ്ലൈ, ആ സമയത്താണ് എന്ത് നിലനിൽക്കുന്നത്, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് നിലനിൽക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈനെ എക്സീഡ് ചെയ്യുന്ന സമയത്താണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ജെയിം കെയ്ൻസ് പറയുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈനെ എക്സീഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് മണി ഇൻകം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് മണി ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കുന്നില്ല, ഇൻക്രീസ് സംഭവിക്കുന്നില്ല. കാരണം എന്താണ്, ലാക്ക് ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ലേബേഴ്സിന്റെ, തൊഴിലാളികളുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ കുറവ് വരുന്നത് കാരണം ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും മണി ഇൻകവും ഇൻക്രീസ് ചെയ്യുന്ന തോതിൽ എന്ത് സംഭവിക്കുന്നില്ല, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡിമാൻഡിന്റെ എലമെന്റ്സ് ആണ് കൂടുതൽ. ഈ ഡിമാൻഡിന്റെ എലമെന്റ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ സപ്ലൈയുടെ എലമെന്റ്സിൽ എന്ത് സംഭവിക്കുന്നില്ല, ഇൻക്രീസിങ് സംഭവിക്കുന്നില്ല. അങ്ങനെ ഡിമാൻഡ് എന്ത് ചെയ്യും, സപ്ലൈനെ എക്സീഡ് ചെയ്യും, സപ്ലൈനെ ഓവർകം ചെയ്യും. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ജെയിം കെയ്ൻസ് പറയുന്നത്. ഇവിടെ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ല. ഈ ഒരു 45 ഡിഗ്രി എക്സ് ആക്സിസ് ഇൻകത്തെയും വൈ ആക്സിസ് എക്സ്പെൻഡിച്ചറിനെയുമാണ് കാണിക്കുന്നത്. OY എന്ന് പറയുന്ന 45 ഡിഗ്രി ലൈൻ എന്താണ് കാണിക്കുന്നത്, ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ഇക്വാലിറ്റിയെയാണ് കാണിക്കുന്നത്. Y = C+I+G എന്നാണ്. ഇൻകവും എക്സ്പെൻഡിച്ചറും എന്താണ്, ഈക്വൽ ആണ്. ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ഇക്വാലിറ്റിയെയാണ് ഈ ഒരു 45 ഡിഗ്രി ലൈന് കാണിക്കുന്നത്. ഇവിടെ C+I+G എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. C എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, G എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഇനീഷ്യൽ ഇക്വിലിബ്രിയം എവിടെയാണ്, ഈ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് അല്ല. ഈ 0 എന്ന് പറയുന്ന ഈ 45 ഡിഗ്രി ലൈനും നമ്മുടെ എക്സ്പെൻഡിച്ചറും എലമെന്റ്സും ടാൻജന്റ് ചെയ്യുന്ന ഈ 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് ഫുൾ എംപ്ലോയ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. OY0 എന്ന് പറയുന്ന ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ആണ് ഈ ഒരു സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാണ്, C+I+Gയിൽ നിന്നും C'+I'+G' എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു ന്യൂ ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്താണ്, OY എന്ന് പറയുന്നത് അല്ലെങ്കിൽ 45 ഡിഗ്രി ലൈന് C'+I'+G' ലൈനിനെ ടാൻജന്റ് ചെയ്യുന്നത് E1 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഈ E1 എന്താണ്, ന്യൂ ഇക്വിലിബ്രിയം ആണ്. അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്, OY1 ആണ്. അല്ലെങ്കിൽ ഇൻകം എത്രയാണ്, OY1 ആണ്. മണി ഇൻകം OY1 ആണ്. ഇവിടെ അവൈലബിൾ ഔട്ട്പുട്ട്, ഒരു എക്കോണമിയെ സംബന്ധിച്ച് അവിടെ ഈ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് E0 Y0 ആണ്, അല്ലെങ്കിൽ OY0 ആണ്. പക്ഷേ മണി ഇൻകം അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്, E1 Y1 ആണ്, അല്ലെങ്കിൽ OY1 ആണ് അല്ലെ. ഈ OY1 എന്ന് പറയുന്നത് OY0നേക്കാൾ മുകളിലാണ് അല്ലെ. ഇൻകം ഇതെന്താണ്, OY0 എന്ന് പറയുന്നതിനേക്കാൾ മുകളിലാണ് OY1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ E1G എന്നത് എന്താണ്, അവിടെ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഈ E1G ആണ് എന്ത് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടുതലാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. എത്ര കൂടുതലാണ്? E1G കൂടുതലാണ്. അതുകൊണ്ട് ഈ E1G ആണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ E1Y1 ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് E0 Y0 ആണ്. ഈ എത്രയാണ് ഡിഫറൻസ് ആയിട്ട് വന്നത്? E1G ആണ്. അപ്പോൾ അതാണ് എന്ത് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആയിട്ട് അറിയപ്പെടുന്നത്. മറ്റൊരു കോൺസെപ്റ്റാണ് സ്റ്റാഗ്ഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഇൻഫ്ലേഷൻ കേട്ടിട്ടുണ്ടല്ലേ? ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ ടു മച്ച് മണി ചേസസ് ടു ഫ്യൂ ഗുഡ്സ് അല്ല, ഒരുപാട് പൈസ കൊണ്ട് വളരെ ചെറിയ സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഹയർ പ്രൈസ് ആണ് നിലനിൽക്കുന്നത്. വാല്യൂ എന്ന് പറയുന്നത്, മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഹൈ പ്രൈസസ് ആയും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടു മച്ച് മണി കൊണ്ട് നമുക്ക് വളരെ ഫ്യൂ ഗുഡ്സ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എക്സസീവ് അൺഎംപ്ലോയ്മെൻറ്റ്, വളരെ വലിയ രീതിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട്. എക്സസ് കപ്പാസിറ്റി ആൻഡ് ഫാൾ ഓഫ് പ്രൈസസ് അല്ല, എക്സസ് ആയിട്ടുള്ള പ്രൈസിൻ്റെ ഫോൾ എക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് സാധനങ്ങൾക്കൊക്കെ വളരെ കുറവായിരിക്കും, പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ അൺഎംപ്ലോയ്മെൻറ്റ് എക്കോണമിയിൽ വലിയ തോതിൽ നിലനിൽക്കും. ഇത് രണ്ടും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ. ഒന്നെങ്കിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ, ഇതിലേതെങ്കിലും ഒന്നാണ് ഇക്കോണമിയിൽ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു 1970s 1980s കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ഇതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗ്ഫ്ലേഷൻ എന്താണ്? സ്റ്റാഗ്ഫ്ലേഷൻ ഒരു സൈഡിൽ എക്സസ് മണി സപ്ലൈയും ഹയർ പ്രൈസസും നിലനിൽക്കും. എക്സസ് മണി സപ്ലൈയും ഹയർ പ്രൈസസും, സാധന സേവനങ്ങൾക്കൊക്കെ വളരെ വലിയൊരു തുകയും നിലനിൽക്കും. പക്ഷെ മറു സൈഡിൽ എന്തുകൊണ്ട്? ഡിക്ലൈനിങ് പ്രൊഡക്ടിവിറ്റിയും അൺഎംപ്ലോയ്മെൻറ്റും നിലനിൽക്കുന്നു. അതായത് ഈ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും കൂടെ ഒരുമിച്ച് വന്നാൽ എന്താവും? ആ അവസ്ഥയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ എക്സസ് മണി സപ്ലൈയും ഹയർ പ്രൈസസും നിലനിൽക്കുമ്പോൾ മറ്റു സൈഡിൽ ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും ഇക്കോണമിയിൽ വലിയ തോതിൽ നിലനിൽക്കുന്നു. നമ്മുടെ ജനറൽ തിയറിയിലൂടെ കെയ്ൻസ് ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും മറികടക്കാനുള്ള അതിൻ്റെ ഓവർകം ചെയ്യാനുള്ള ടൂൾസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റാഗ്ഫ്ലേഷനെ അദ്ദേഹം ജനറൽ തിയറിയിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്റ്റാഗ്ഫ്ലേഷനെ കണ്ടെത്തുന്നതിനും സ്റ്റാഗ്ഫ്ലേഷൻ്റെ സൊല്യൂഷൻ കൊടുക്കുന്നതിനുമെല്ലാം ആര് പരാജയപ്പെട്ടു? ജെയിം കെയ്ൻസും പരാജയപ്പെട്ടിട്ടുണ്ട്. 1970s ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം? വളരെ വേഴ്സൺ ആവാണ് ചെയ്യുന്നത്. ഇൻഫ്ലേഷനും ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും കൂടെ ഒരുമിച്ച് വന്നിട്ട് അത് വലിയൊരു സിറ്റുവേഷനിലേക്ക്, വലിയൊരു വേഴ്സൺ അവസ്ഥയിലേക്ക് ഇക്കോണമിയെ നയിക്കുന്നതാണ് നമ്മൾ 1970s കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ മാക്രോ എക്കണോമിക്സിലെ വളരെ ആരും അഡ്രസ്സ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആർക്കും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രോബ്ലമായിട്ട് സ്റ്റാഗ്ഫ്ലേഷൻ നിലനിൽക്കുകയാണ്. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും കൂടെ എക്സിസ്റ്റ് ചെയ്ത സ്റ്റാഗ്ഫ്ലേഷൻ എന്ത് ചെയ്യാണ്? പരിഹാരം കിട്ടാത്ത ഒരു അവസ്ഥയായിട്ട്, ഫിനോമിനനായിട്ട് അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിക്കൽ തിയറിയിലൂടെയോ കെയ്നീഷ്യൻ തിയറിയിലൂടെയോ ഇതിനൊരു പരിഹാരം കണ്ടെത്താനായില്ല. പിന്നീട് എക്കണോമിക്സിലെ തിയറിസ്റ്റുകളും നമ്മുടെ ചിന്തകരുമൊക്കെ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് എന്തിനായിരുന്നു? ഈ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന പ്രോബ്ലത്തെ തരണം ചെയ്യണം എന്നുള്ളതിനായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്റ്റാഗ്ഫ്ലേഷനെ പഠിക്കാനും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനുമായി എക്കണോമിസ്റ്റുകളുടെ ശ്രമം. US അറിയപ്പെടുന്ന എക്കണോമിസ്റ്റുകളെല്ലാം സ്റ്റാഗ്ഫ്ലേഷൻ്റെ പിന്നാലെ പോയി. അതായത് സ്റ്റാഗ്ഫ്ലേഷൻ എന്താണെന്ന് പഠിക്കാനും എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഇല്ലാണ്ടാക്കുന്നത്, അതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതിൻ്റെ പിന്നാലെയായിരുന്നു പിന്നീട് പ്രധാനപ്പെട്ട എല്ലാ എക്കണോമിസ്റ്റുകളും. മോണിറ്ററി എക്സ്പെർട്സുകളുടെ അഭിപ്രായത്തിൽ എന്നാൽ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ ഫിനോമിനനാണ്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻസ് മോണിറ്ററി ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എന്ത് മാറി? സ്റ്റാഗ്ഫ്ലേഷൻ മാറി. USA പോലുള്ള അഡ്വാൻസ്ഡ് കൺട്രീസിലാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടത് എന്നുണ്ടെങ്കിലും വലുതായിട്ട് വളരെ പെട്ടെന്ന് കണ്ടെത്താനായത് ഇത്തരം അഡ്വാൻസ്ഡ് കൺട്രീസിലാണ്. പക്ഷെ ഇന്ത്യയെ പോലുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലും ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലും മറ്റു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ സ്റ്റാഗ്ഫ്ലേഷൻ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും
ഹയർ ഇൻഫ്ലേഷനും കൂടെ ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു അവസ്ഥ എവിടെ ഉണ്ടായിട്ടുണ്ട്? ഈ അഡ്വാൻസ്ഡ് കൺട്രീസിനെ ബാധിച്ചതുപോലെ തന്നെ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെയും ബാധിച്ചിട്ടുണ്ട്. 1970s കടന്നു പോയിട്ട് 1980s ആരും ഇത് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഇക്കോണമിയും ഈ ഒരു ഫിനോമിനൻ സ്റ്റാഗ്ഫ്ലേഷനെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് we are going to the unemployment inflation problem that is known as Phillips curve. Unemployment inflation പ്രോബ്ലത്തെയാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. നോക്കാം, എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥയെയാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നില്ല? ജോലി കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയെയാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം വാട്ട് ഈസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിക്കുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് ആയാലും ഇൻഫ്ലേഷൻ ആയാലും ഒരു ഇക്കോണമിയെ സംബന്ധിച്ച്, ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് എന്താണ്? ഡേഞ്ചറാണ്. അല്ലെങ്കിൽ വലിയ തോതിലുള്ള അൺഎംപ്ലോയ്മെന്റോ വലിയ തോതിലുള്ള ഇൻഫ്ലേഷനോ ഇക്കോണമിയെ എങ്ങോട്ട് നയിക്കും? ബാക്ക്വേർഡിലേക്ക് നയിക്കും, അല്ലെ? പിന്നോട്ട് പിടിച്ചു വലിക്കും. ചെറിയ തോതിലുള്ള അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും ഇക്കോണമിയുടെ വളർച്ചയെ സഹായിക്കുമെങ്കിലും വലിയ തോതിലുള്ള അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും ഇക്കോണമിക്ക് ഡേഞ്ചർ ആയിട്ട് തന്നെയാണ് എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഈ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു പ്രശ്നമായി നിലകൊണ്ടപ്പോൾ A.W. ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഇക്കണോമിസ്റ്റ് 1958 ഈ ഒരു അൺഎംപ്ലോയ്മെന്റിനെയും ഇൻഫ്ലേഷനെയും കുറിച്ച് പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? ഒരു ട്രേഡ് ഓഫ് റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഹാവ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. രണ്ടും എന്താണ്? ഇൻഡയറക്റ്റ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ് കാണിക്കുന്നത്. ഹയർ ഇൻഫ്ലേഷൻ ആണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇക്കോണമിയിൽ ഹയർ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോവർ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും. ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറവായിരിക്കും. ഇനി ഇൻഫ്ലേഷൻ കുറവാണെങ്കിലോ അൺഎംപ്ലോയ്മെന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും കാണിക്കുന്നത്. പോളിസി മേക്കേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് ഇൻഫ്ലേഷൻ കുറക്കുന്നതിന് വേണ്ടി, ഇൻഫ്ലേഷൻ സീറോ ആക്കുന്നതിന് വേണ്ടി, ഇൻഫ്ലേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനുള്ള പോളിസീസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇൻഫ്ലേഷൻ കുറക്കുന്നതിനുള്ള പോളിസീസ് എടുക്കുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും തോറും അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻഫ്ലേഷൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവിടെ അൺഎംപ്ലോയ്മെന്റ് മറ്റു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കും. അൺഎംപ്ലോയ്മെന്റ് കുറയും തോറും ഇൻഫ്ലേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേ ഇരിക്കും. അതായത് അൺഎംപ്ലോയ്മെന്റിനെ ഫോക്കസ് ചെയ്താൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇൻഫ്ലേഷനെ ഫോക്കസ് ചെയ്താൽ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്തിരിക്കും? ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥ ഒരു ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് A.W. ഫിലിപ്സ് അദ്ദേഹത്തിന്റെ സ്റ്റഡി വഴി കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ട്രേഡ് ഓഫിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫിലിപ്സ് കർവ്? ഇറ്റ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ട്രേഡ് ഓഫ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ. അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ട്രേഡ് ഓഫ് റിലേഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഫിലിപ്സ് കർവ് ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ആരുടെ സ്റ്റഡിയിലാണ് അദ്ദേഹം ഈ ഒരു അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ട്രേഡ് ഓഫ് കണ്ടെത്തിയിട്ടുള്ളത്? A.W. ഫിലിപ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇക്കണോമിസ്റ്റ് ആണ്, അല്ലെ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു ട്രേഡ് ഓഫ് റിലേഷൻ അറിയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഫിലിപ്സ് കർവ്. അങ്ങനെ A.W.
ഫിലിപ്സ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്റ്റഡി വഴി അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ AW ഫിലിപ്സിന്റെ പിന്നാലെ മറ്റു പല എക്കണോമിസ്റ്റുകളും എന്ത് ചെയ്തു? ഇത്തരം സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയും പലരും അദ്ദേഹത്തിന്റെ ഒപ്പീനിയനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിനോട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ ചില എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്റ്റഡിക്ക് ഒപ്പോസിറ്റ് ആയിട്ടും നിലകൊണ്ടിട്ടുണ്ട്. ഇതില് ചില എക്കണോമിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം, ഫിലിപ്സ് കർവിന്റെ വാദം ശരിയാണ്. ഇക്കോണമിയിലെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവേഴ്സ് റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ട്രൂ ഓൺലി ഇൻ ദി ഷോർട്ട് ടൈം. ഷോർട്ട് ടേമിൽ മാത്രമാണ് ഈ ഒരു ഫൈൻഡിങ്സ് ശരിയായിട്ട് വരുന്നത്. അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ട്രേഡ് ഓഫ് ശരിയായിട്ട് വരുന്നത് ഷോർട്ട് ടേമിൽ മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ലോങ് റണ്ണിൽ ഈ ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പിന്നീട് വന്നിട്ടുള്ള എസ്പെഷ്യലി മോണിറ്ററിസ്റ്റുകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. മോണിറ്ററിസ്റ്റുകളുടെ വ്യൂവിൽ എന്താണ്? ഷോർട്ട് ടേം റിലേഷൻ മാത്രമാണ്. ഈ ഒരു ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം റിലേഷൻ ആണ്. അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ലോങ് ടേമിൽ ഇത്തരം ഒരു റിലേഷൻ കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പല എക്കണോമിസ്റ്റുകളുടെയും വാദം. പിന്നീട് ഫിലിപ്സ് കർവിന് എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രധാന വാദം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ സ്റ്റാഗ്ഫ്ലേഷൻ കണ്ടിരുന്നു അല്ലെ? എന്തായിരുന്നു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്? ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും അലാമിംഗ്ലി ഹൈ ആവുന്ന ഒരു അവസ്ഥയെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞത്. സ്റ്റാഗ്ഫ്ലേഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ഈ ഒരു 2-3 സ്ലൈഡിനപ്പുറം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് ഇക്കോണമിയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് കഴിഞ്ഞിട്ടില്ല? AW ഫിലിപ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കായിട്ട് അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടും, ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് കൂടും, രണ്ടും കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ ആര് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല? AW ഫിലിപ്സ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. പിന്നീടാണ് പല എക്കണോമിസ്റ്റുകളും സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ട്രേഡ് ഓഫ് റിലേഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഫിലിപ്സ് കർവ് എന്നുള്ളത് കണ്ടു. ഈ ഫിലിപ്സ് കർവിനെ നമുക്ക് ഗ്രാഫിക്കലി ഒന്ന് നോക്കാം. എന്താണ്? ഇതാണ് കോൺവെക്സ് ആയിട്ടുള്ള ഒരു കർവ്, ഒറിജിന് കോൺവെക്സ് ആയിട്ടുള്ള ഒരു കർവ് ആണിത് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് കോൺവെക്സ് ആയത്? കാരണം ഇറ്റ് ഷോസ് എ ട്രേഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് കാണിക്കുന്നത്? ഫിലിപ്സ് കർവ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് തരം കർവ് ആണ്? കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ഇവിടെ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റും വെർട്ടിക്കൽ ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ ഇൻഫ്ലേഷൻ റേറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മണി വെച്ച് റൈസസ് വിത്ത് ഡിക്രീസ് ഇൻ ദി അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഫിലിപ്സ് കർവ് എന്താണ് കാണിക്കുന്നത്? ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ട്രേഡ് ഓഫിനെയാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുക, ഇൻഫ്ലേഷൻ അല്ലെ, വൈ ആക്സിസിൽ ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ കൂടുന്തോറും എന്ത് കുറയുന്നുണ്ട്? അൺഎംപ്ലോയ്മെന്റ് കുറയുന്നുണ്ട്. കാരണം എ എന്നുള്ള പോയിന്റ് നോക്കുക. എ എന്ന് പറയുന്ന പോയിന്റിന് ഇക്കോണമിയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയായിരുന്നു? 6% അല്ലെ, 6% ആയിരുന്നു അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അതേസമയം ഇൻഫ്ലേഷൻ റേറ്റ് എത്രയായിരുന്നു? 2% ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? 2% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്, 6% ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് 6% ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നത്. ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഗവൺമെന്റ് എടുത്താൽ എന്ത് സംഭവിക്കും? അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞു വരും. പക്ഷെ അതേസമയം ഇവിടെ എന്ത് ചെയ്തു? ഇൻഫ്ലേഷൻ വർദ്ധിച്ചു അല്ലെ. 2%-ൽ നിന്നും 5% ആയി ഇൻഫ്ലേഷൻ വർദ്ധിച്ചു. 6%-ൽ നിന്നും 3% ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞു. ഇനി അതേസമയം 5% ഇൻഫ്ലേഷൻ ആണ് നിലനിൽക്കുന്നത്. ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണെന്ന് കണ്ടിട്ട് പോളിസി മേക്കേഴ്സ് ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ എടുത്തു. അപ്പോൾ ഈ ഒരു 5% ഓഫ് ഇൻഫ്ലേഷനിൽ നിന്നും 2% ഓഫ് ഇൻഫ്ലേഷനിലേക്ക് എന്ത് ചെയ്തു? ഇക്കോണമി
നിലകൊണ്ടു. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും നിൽക്കില്ല. എവിടെ നിൽക്കൂ? എ എന്ന് പറയുന്നത് ബിയിൽ നിന്നും എയിലേക്കാണ് ഇക്കോണമി മൂവ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇൻഫ്ലേഷൻ 2% ആയിട്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ അൺഎംപ്ലോയ്മെന്റ് 6% ആയിട്ട് അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് ഓഫ് ആണ് ഷോർട്ട് റണ്ണിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഫിലിപ്സിന്റെ വാദം. ഫിലിപ്സിന്റെ വാദം. ഇതാണ് എന്ത് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഫിലിപ്സ് കർവ് പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഫിലിപ്സ് കർവ് ഫിലിപ്സ് UK-ലെ 1958 നടത്തിയ സ്റ്റഡിയിലാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? ഇങ്ങനെ ഒരു ഫൈൻഡിങ്സ് കണ്ടെത്തിയിട്ടുള്ളത്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ എന്ത് റിലേഷൻ നിലനിൽക്കുന്നുണ്ട്? ട്രേഡ് ഓഫ് റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ആയിരുന്നു എന്ത്? there exists an trade off relationship or an inverse relationship between unemployment rate and inflation rate. ഫിലിപ്സ് ആണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷന് എന്തായിട്ടാണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഫിലിപ്സ് കർവ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി പിന്നീട് വന്നിട്ടുള്ള ഇക്കണോമിക്സുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും അവർ പറയുന്നത് ഈ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്കോണമിയിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലൊരു ട്രേഡ് ഓഫ് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഷോർട്ട് റണ്ണിൽ മാത്രമാണ്. ലോങ് റണ്ണിൽ ഇത്തരം ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കണം. മാത്രമല്ല, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇക്കോണമി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്റ്റാഗ്ഫ്ലേഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? ഫിലിപ്സിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ ഫിലിപ്സ് കർവ് കണ്ടില്ല. ഫിലിപ്സ് കർവിൽ നമ്മൾ ഫിലിപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് റൺ റിലേഷനെയാണ് കണ്ടത്. ഷോർട്ട് റണ്ണിൽ എന്താണ്? അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിൽ ട്രേഡ് ഓഫ് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടത്. ഇനി മോണിറ്ററിസ്റ്റുകൾ ഫിലിപ്സ് കർവിന്റെ സ്റ്റഡിയോട് ഫിലിപ്സ് കർവ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഫിലിപ്സ് നടത്തിയിട്ടുള്ള ഫൈൻഡിങ്ങിനോട് ഒപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ആർക്കുണ്ടായിരുന്നത്? മോണിറ്ററിസ്റ്റുകൾ അവരുടെ സ്റ്റഡിയിൽ നടത്തിയിട്ടുള്ളത്. മോണിറ്ററിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഫിലിപ്സ് കർവ് ട്രേഡ് ഓഫ് റിലേഷനെ അല്ല കാണിക്കുന്നത്. ലോങ് റണ്ണിൽ there is no trade off relation എന്നുള്ളതായിരുന്നു മോണിറ്ററിസ്റ്റുകളുടെ അഭിപ്രായം. ലോങ് റണ്ണിലെ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ എന്ത് നിലനിൽക്കുന്നില്ല? ട്രേഡ് ഓഫ് റിലേഷൻ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ആരുടെ വാദം? മോണിറ്ററിസ്റ്റുകളുടെ വാദം. അവരുടെ ആർഗ്യുമെന്റിൽ ഒരു ഇക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ അല്ലെ, കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്തോറും എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും അല്ലെ, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് തൊഴിലാളികളെ നിയമിക്കേണ്ടി വരും. അങ്ങനെ കൂടുതൽ തൊഴിലാളികളെ ഡിമാൻഡ് ചെയ്യുന്തോറും തൊഴിലാളികൾ എന്ത് ചെയ്യും? അവരുടെ നോമിനൽ വേജസ് കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും? ഹയർ നോമിനൽ വേജസിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ തൊഴിലാളികളെ വേണ്ടി വരുമ്പോൾ എന്ത് വേണ്ടി വരും? തൊഴിലാളികൾക്ക് കൂടുതൽ വേതനവും നൽകേണ്ടി വരും. കാരണം അവരുടെ ഡിമാൻഡ് കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ വേജ് ഡിമാൻഡ് ചെയ്യും. ഇങ്ങനെ ഈ ഹയർ നോമിനൽ വേജസ് റിയൽ വേജസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഹയർ നോമിനൽ വേജ് റിയൽ വേജ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിലേക്ക്, കാരണം റിയൽ വേജും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു റിയൽ വേജ് ഇൻക്രീസിനെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കും. ഹയർ നോമിനൽ വേജസ് സംഭവിച്ചാലും റിയൽ വേജിന് അവിടെ എന്ത് ചെയ്യും? സെയിം ആയിട്ട് നിലനിൽക്കുന്നതിനുള്ള പോളിസീസ് എടുക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഇക്കോണമിയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ് ഉണ്ടാവുന്നത്. കാരണം റിയൽ വേജ് സെയിം ആയിരിക്കും. റിയൽ വേജിനെ ആര് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കും? പോളിസി മേക്കേഴ്സ് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കും. അപ്പോൾ പ്രൈസ് എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. പ്രൈസ് എക്സ്പെക്ടേഷൻ, അപ്പോൾ ഗുഡ്സിന്റെ പ്രൈസസിനെ കുറിച്ച് എന്ത് ചെയ്യും? അവരുടെ എക്സ്പെക്ടേഷനിൽ ചേഞ്ച് വരും. പക്ഷെ അവിടെ എക്സ്ട്രാ സപ്ലൈയോ എക്സ്ട്രാ ലേബർ ഡിമാൻഡോ ഒന്നും എക്സ്ട്രാ സപ്ലൈ ഓഫ് ലേബർ അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ ലെവലിൽ തന്നെ നിലകൊള്ളും.
അങ്ങനെ ആണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ട്രേഡ് ഓഫ് റിലേഷനെ അവിടെ ലോങ് റൺ ഇല്ലാണ്ടാക്കുന്നത്. അതായത് റിയൽ വേജിനെ അവിടെ എന്തായിട്ട് നിലനിർത്തുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയാണ്. അതുപോലെ തന്നെ ലേബർ സപ്ലൈ ഓഫ് ലേബർ എക്സ്ട്രാ ഒന്നും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയാലും ഒറിജിനൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെ നിലനിർത്തുകയാണ്. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നില്ല, വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് ഓഫ് റിലേഷനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാണ്ട് ആക്കുന്നുണ്ട്, റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മോണിറ്ററിസ്റ്റുകളുടെ വാദം. ഓക്കെ, മോണിറ്ററിസ്റ്റുകളുടെ നമ്മുടെ ഫിലിപ്സ് കർവ് ആണ്. മോണിറ്ററിസ്റ്റുകളുടെ സ്റ്റഡി പ്രകാരം ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഇതാണ് ഇൻഇലാസ്റ്റിക് ആണ്. ഇങ്ങനെയാണ് കാണിക്കുന്നത്. വെർട്ടിക്കൽ ആക്സിസിന് സമാനമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് എന്ത് ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എങ്ങനെയായിരുന്നു, SRPC, SRPC2, SRPC3 ഇതൊക്കെ എന്താണ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ്. അത് ട്രേഡ് ഓഫ് റിലേഷനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ കോൺവെക്സ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. പക്ഷേ ലോങ് റൺ ഫിലിപ്സ് കർവ് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് സ്ഥിരമാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം വരുന്നില്ല. ഇൻഫ്ലേഷൻ റേറ്റിൽ മാറ്റം വന്നാലും അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ലോങ് റൺ ഫിലിപ്സ് കർവ് അൺഎംപ്ലോയ്മെന്റ് സ്ഥിരമായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരു ട്രേഡ് ഓഫ് റിലേഷൻ എവിടെ കാണിക്കുന്നില്ല, ലോങ് റൺ ഫിലിപ്സ് കർവ് കാണിക്കുന്നില്ല. ഇതാണ് മോണിറ്ററിസ്റ്റുകളുടെ എന്ത് ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററിസ്റ്റുകൾ ലോങ് റൺ ഫിലിപ്സ് കർവിനെ കുറിച്ചും AW ഫിലിപ്സ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവിനെ കുറിച്ചുമാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പിലാണ്. കാരണം അത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ട്രേഡ് ഓഫ് റിലേഷനെ അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷനെയാണ് കാണിക്കുന്നത്. അതേസമയം മോണിറ്ററിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് എന്താണ്, ഇലാസ്റ്റിക് കർവ് ആണ്. ഇലാസ്റ്റിക് ആണ്, വെർട്ടിക്കൽ ആക്സിസിന് സമാനമായിട്ടുള്ള ഒരു ഇലാസ്റ്റിക് കർവ് ആണ് എന്ത് ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. കാരണം അവിടെ അൺഎംപ്ലോയ്മെന്റിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല, ഇൻഫ്ലേഷനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അൺഎംപ്ലോയ്മെന്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ പോളിസീസും ആരെടുക്കും, ഗവൺമെന്റ് എടുക്കും. അതായത് ലോങ് റണ്ണിൽ ഗവൺമെന്റ് അൺഎംപ്ലോയ്മെന്റിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നില്ല, അൺഎംപ്ലോയ്മെന്റിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ലോങ് റൺ ഫിലിപ്സ് കർവായി മോണിറ്ററിസ്റ്റുകൾ പറയുന്നത്. ഇനി നമ്മൾ ഫിലിപ്സ് കർവിന്റെ മറ്റൊരു വേർഷനാണ്, അതായത് ജെയിംസ് ടോബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിലിപ്സ് കർവ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം നമ്മുടെ AW ഫിലിപ്സിനോടോ അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററിസ്റ്റുകളോടോ യോജിച്ചിട്ടുണ്ട്. അതായത് ടോബിന്റെ വ്യൂ പ്രകാരം ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും ഒരു മിക്സ്ചർ ആയിട്ടാണ് വരുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്തോറും എംപ്ലോയ്മെന്റ് കൂടുന്തോറും, ഇക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്തോറും എംപ്ലോയ്മെന്റ് കൂടുന്തോറും ഫിലിപ്സ് കർവ് ബിക്കംസ് ഈവൻ മോർ ഫ്രാജൈൽ ആൻഡ് വാനിഷസ് എന്നുള്ളതാണ്. അതായത് ഇതിന് പെട്ടെന്ന് എന്തുണ്ടാവും, മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം, ടോബിന്റെ അഭിപ്രായം. അദ്ദേഹം ഒരു കിങ്ങഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിപ്സ് കർവ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കിങ്ങഡ് ടൈപ്പ് എന്ന് പറയുന്നത് മോണിറ്ററിസ്റ്റുകളുടെയും അതുപോലെ തന്നെ AW ഫിലിപ്സിന്റെയും മിക്സ്ചർ ആയിട്ടാണ് വരുന്നത്. ടോബിന്റെ വ്യൂ നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ടോബിന്റെ ഫിലിപ്സ് കർവ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് ടോബിന്റെ വ്യൂ പ്രകാരം എന്ത് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. X ആക്സിസിലാണ് എംപ്ലോയ്മെന്റ്, Y ആക്സിസിൽ ഇൻഫ്ലേഷൻ. ഈ UC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഈ ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വരെ എന്തായിരിക്കും, ഇൻഫ്ലേഷൻ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് നമ്മുടെ കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. കോൺവെക്സ് ഷേപ്പ് നമ്മുടെ AW ഫിലിപ്സ് പറയുന്നത് പോലെ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റും തമ്മിലൊരു ട്രേഡ് ഓഫ് റിലേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റിന് ശേഷം ഫിലിപ്സ് കർവ് എന്താവുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആവുന്നുണ്ട് അല്ലെ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആവുന്നുണ്ട്. അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിനോട് സമാനമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഫിലിപ്സ് കർവ് എവിടെ മാറുന്നുണ്ട്, ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ മാറുന്നുണ്ട്. ഇതിന് കാരണം എന്താണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ ഒരു ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്തിയാൽ പിന്നെ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല അല്ലെങ്കിൽ കൂടുന്നില്ല, അൺഎംപ്ലോയ്മെന്റ് സ്ഥിരമായിട്ട് നിലനിൽക്കും. കാരണം കൂടുതൽ പേർക്ക് ജോലി നൽകാനുള്ള അവസ്ഥയൊന്നും പിന്നീട് ഉണ്ടായിരിക്കില്ല. കാരണം പല കാരണങ്ങളാണ്, റോങ് ഏജ് ആയിരിക്കാം, റോങ് സ്കിൽസ്, അതുപോലെ തന്നെ റോങ് പ്ലേസിലായിരിക്കും അവർ
അതൊക്കെ കൊണ്ട് തന്നെ ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിലെത്തിയാൽ ഇക്കോണമിക്ക് കൂടുതൽ വേജ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റിന് ശേഷം ഫിലിപ്സ് കർവ് എന്താണ്, വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആണ് എന്നുള്ളതാണ് ടോബിന്റെ അഭിപ്രായം. നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുക. നമ്മൾ സോളോയുടെ ഫിലിപ്സ് കർവും കൂടെ പഠിക്കും, അതും ഇതിനോട് ഏകദേശം സമാനമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫിലിപ്സ് കർവിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു 4 ഫിലിപ്സ് കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ഫിലിപ്സ് കർവ് ഇപ്പോൾ ഇതും കൂട്ടി പഠിച്ചു, ഇനി ഒന്ന് പഠിക്കാനിരിക്കുന്നു. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, ഫിലിപ്സ് കർവ് സ്ട്രൈറ്റ് ലൈൻ ആവും. ഇവിടുന്ന് ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് ശേഷം ഫിലിപ്സ് കർവ് എന്തായിട്ട് വരുന്നുണ്ട്, ഈ ഒരു ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരെ എന്തായിട്ട് വരുന്നുണ്ട്, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് കാണിക്കുന്നത്, ട്രേഡ് ഓഫ് റിലേഷൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് വരെ ട്രേഡ് ഓഫ് റിലേഷൻ കാണിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, എന്തായിട്ട് മാറുന്നുണ്ട്, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറുന്നുണ്ട്. ഇത് എക്സ് ആക്സിസിന് മുകളിലായിട്ടാണ് ഈ ഒരു റിലേഷനെ കാണിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ആക്സിസിലേക്ക് എന്ത് പോകുന്നില്ല, നമ്മുടെ ടോബിന്റെ വ്യൂ പോകുന്നില്ല. ഇങ്ങനെ നെഗറ്റീവ് ആക്സിസിലേക്ക് അല്ലെങ്കിൽ ഇതിന് താഴേക്ക് പോകുന്ന ഒരു വ്യൂ നിങ്ങൾ കാണും. നോക്കാം നമുക്ക്. ഇനി അടുത്ത് സോളോയുടെ വ്യൂ എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, സോളോയുടെ വ്യൂ എങ്ങനെയാണ്? സോളോ പറയുന്നത് ടോബിന്റെ ഏകദേശം സമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് സോളോ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിനൊരു നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് വരെ അല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വരെ ഇത് സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു. ഇതിന് ശേഷം പിന്നെ എന്തായിട്ട് വരുന്നുണ്ട്, നെഗറ്റീവ് ആക്സിസിലേക്ക് എന്ത് പോകുന്നുണ്ട്, നമ്മുടെ ഫിലിപ്സ് കർവ് പോകുന്നുണ്ട് എന്നുള്ളതാണ് സോളോയുടെ അഭിപ്രായം. സോളോ പറയുന്നത് എന്താണ്, ലോങ് റൺ ഫിലിപ്സ് കർവ് ഇവിടെ എക്സ് ആക്സിസ് വരെയാണ് കേട്ടോ. ഇത് ഈ എക്സ് ആക്സിസ് വരെ എന്താണ്, സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതിന് ശേഷം എക്സ് ആക്സിസിന് ശേഷം എന്താണ്, താഴേക്ക് നെഗറ്റീവായിട്ട് പോകുന്നത്. ഈ നെഗറ്റീവ് വശം മാത്രമാണ് എന്ത് കാണിക്കുന്നത്, ട്രേഡ് ഓഫ് റിലേഷൻ കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ എന്താണ് കാണിക്കുന്നത്, അവിടെ സ്ഥിരം റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് കാണിക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് കാണിക്കുന്നത്. പക്ഷെ അതിനുശേഷം ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിന് ശേഷം മിനിമം അൺഎംപ്ലോയ്മെന്റ് ലെവലിന് ശേഷം പിന്നീട് അതെന്തായിട്ട് മാറുന്നുണ്ട്, നെഗറ്റീവ് വശത്തേക്ക് പോയിട്ട് ഒരു ട്രേഡ് ഓഫ് റിലേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സോളോയുടെ വ്യൂ എന്ത് തന്നെയാണ്, മിക്സ്ചർ ഓഫ് ബോത്ത് ദി AW ഫിലിപ്സ് ആൻഡ് മോണിറ്ററിസ്റ്റ് ആണ് അല്ലേ. പക്ഷെ ഈ ഒരു ഗ്രാഫാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 4 ഫിലിപ്സ് കർവിന്റെ ഗ്രാഫ്സും നിങ്ങൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് AW ഫിലിപ്സ് ഷോർട്ട് റൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് റണ്ണിലെ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രേഡ് ഓഫ് റിലേഷൻ കാണിക്കുന്നുണ്ട്. ആ ഗ്രാഫ് എങ്ങനെയാണ്, ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ കോൺവെക്സ് ഷേപ്പിലാണ് എന്ത് കാണുന്നത്, AW ഫിലിപ്സിന്റെ ഫിലിപ്സ് കർവ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് മോണിറ്ററിസ്റ്റുകളുടെ ഫിലിപ്സ് കർവ് ആണ്. മോണിറ്ററിസ്റ്റുകളുടെ ഫിലിപ്സ് കർവ് എന്താണ്, ലോങ് റൺ ഫിലിപ്സ് കർവ് ആണ് അല്ലേ. ലോങ് റണ്ണിലാണ് അവർ അനാലിസിസ് നടത്തിയിട്ടുള്ളത്. ലോങ് റണ്ണിൽ എന്ത് നിലനിൽക്കുന്നില്ല, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് റിലേഷനോ അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷനോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ലോങ് റൺ ഫിലിപ്സ് കർവ് എന്താണ് കാണിക്കുന്നത്, സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ. അവരുടെ എക്സ് ആക്സിസിൽ നിന്നും അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിന് സമാനമായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എന്ത് കാണിക്കുന്നത്, ലോങ് റൺ ഫിലിപ്സ് കർവ് കാണിക്കുന്നത് എന്നുള്ളതാണ് മോണിറ്ററിസ്റ്റുകൾ പറയുന്നത്. കാരണം അൺഎംപ്ലോയ്മെന്റ് സ്ഥിരമാണ്, ഇൻഫ്ലേഷൻ എന്തില്ല, ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ മോണിറ്ററിസ്റ്റുകളുടെ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ സ്ട്രൈറ്റ് ലൈൻ ആണ് എന്നുള്ളതാണ്. ഇനി പിന്നെ നമ്മൾ ആരുടെ കണ്ടു, ടോബിന്റെ കണ്ടു അല്ലെ. ടോബിന്റെയും സോളോയുടെയും കണ്ടു. ടോബിനും സോളോയും എന്താ പറയുന്നത്, ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും മിക്സ്ചർ ആണ്. അതായത് ഷോർട്ട് റൺ ഫിലിപ്സ് കർവിന്റെയും ലോങ് റൺ ഫിലിപ്സ് കർവിന്റെയും മിക്സ്ചർ ആയിട്ടാണ് ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവ് വരുന്നത്. അതായത് ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരെ എന്തായിരിക്കും, ഒരു ഇൻവേഴ്സ് റിലേഷൻ കാണിക്കുന്നുണ്ട്, അതായത് ട്രേഡ് ഓഫ് റിലേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, അത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് നിലകൊള്ളുന്നത്. അതാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഇവർ രണ്ടുപേരുടെയും സോളോയുടെയും ടോബിന്റെയും വ്യത്യാസം എന്താണ്, ഒന്ന് സോളോയിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആക്സിസിലേക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതായത് സീറോക്ക് ശേഷം ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒരു 0 ആണ്. ആ 0ക്ക് ശേഷം മാത്രം ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻഫ്ലേഷൻ 0 ആകുമ്പോഴാണ് ക്രിട്ടിക്കൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ താഴേക്കാണ് എന്ത് പോകുന്നത്, നമ്മുടെ ട്രേഡ് ഓഫ് റിലേഷൻ പോകുന്നത്. അതായത് എക്സ് ആക്സിസിൽ നിന്നും താഴേക്കാണ് ട്രേഡ് ഓഫ് റിലേഷൻ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ടോബിന്റെ വ്യൂവിൽ എന്തായിരുന്നു, മുകളിൽ തന്നെയായിരുന്നു എന്ത് കാണിച്ചിരുന്നത്, ട്രേഡ് ഓഫ് റിലേഷൻ കാണിച്ചിരുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഈ ഗ്രാഫ് എന്നിട്ട് ഇത് ആരുടെ വ്യൂ ആണെന്ന് ചോദിച്ചാൽ ഇത് സോളോയുടെയാണ്, ഇത് ടോബിന്റെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. അതാണ് ഇതിൽ നിന്നും കൂടുതൽ
പ്രതീക്ഷിക്കാവുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഫിലിപ്സ് കർവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടില്ല.